പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ A to Z ഫുഡ് ചാലഞ്ച് 24 hours ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് A മുതൽ Z വരെയുള്ള ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. അതായത് നമ്മൾ A B C അങ്ങനെ Z വരെയുള്ള ആൽഫബറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡുകൾ മാത്രമേ ഇന്ന് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ 26 ലെറ്റേഴ്സ് നമ്മൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ 6 ലെറ്റേഴ്സ് ആയിരിക്കും എടുക്കുക, ലഞ്ചിന് 6 ലെറ്റേഴ്സ് ആയിരിക്കും എടുക്കുക, ഈവനിങ് സ്നാക്കിന് 6 ലെറ്റേഴ്സ് ആയിരിക്കും എടുക്കുക. ബാക്കി ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിന്നറിനായിട്ട് അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് A മുതൽ F വരെയുള്ള ലെറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ഒരാൾക്ക് 2 ലെറ്റേഴ്സ് വീതം സെലക്ട് ചെയ്യണം. അത് നമ്മൾ ലോട്ട് ഇട്ടിട്ട് സെലക്ട് ചെയ്യുക. അതിൽ ചിലപ്പോൾ ഒരാൾക്ക് A കിട്ടാം, D കിട്ടാം, പിന്നെ F കിട്ടാം, E കിട്ടാം. അത് നമ്മൾ തെരഞ്ഞു പിടിച്ചിട്ട് വാങ്ങിച്ചിട്ട് വേണം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാം. A മുതൽ F വരെയുള്ള ലോട്ടുകളാണ് ഇതിലുള്ളത്. ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലുള്ള ഫുഡ് എന്താ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. എനിക്ക് A ആണ്, എനിക്ക് F കിട്ടി. Aയും Eയും എനിക്ക് Bയും Dയും കിട്ടിയത്. അപ്പൊ A വെച്ചിട്ട് എന്താ സാധനം? അപ്പൊ എനിക്ക് അറിയോ, ഞാന് F വെച്ചിട്ട് എന്താക്കിയാറോ, ഇത് വെച്ചിട്ട് കോണ് B വെച്ചിട്ട് എനിക്ക് ബ്രെഡ് കഴിക്കാം, D വെച്ചിട്ട് എനിക്ക് ഡോണറ്റ്സ്, ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഷേക്കും ബ്രെഡും. അങ്ങനെ ആണെങ്കിൽ കഴിച്ചെങ്കിൽ അപ്പം മുട്ടക്കറി വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം. ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാൻ പറ്റില്ല, സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രൂട്ട് വേണം. അങ്ങനെ വേണം. എനിക്ക് ഇങ്ങനെ വേണം ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് സ്പെസിഫിക് ആക്കി പറഞ്ഞു. എനിക്ക് ആപ്പിൾ ഷേക്ക് കഴിക്കാം. ഇതിനിപ്പോ ഈക്ക് എന്തോ ഒരു ഫുഡ് എടുക്കുക. ഞാൻ ഇന്നത്തെ 2 തീരുമാനിച്ചിട്ടുണ്ട്. B ഫോർ ബനാന ടോസ്റ്റും D ഫോർ ഡാൽഗോണ കോഫിയാണ്. അടിപൊളി കോമ്പിനേഷൻ ആണ്. ഞാൻ ഇന്നത് തീരുമാനിച്ച് A ഫോർ അപ്പം, E ഫോർ എഗ് കറി. എനിക്ക് കിട്ടിയത് Cയും Fഉം ആണ്. അപ്പൊ Cയിൽ ഞാൻ കഴിച്ചപ്പോ കോഫി ഉണ്ട്, പിന്നെ കോണും ഉണ്ട്. അത് രണ്ടും ഒക്കെ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചത്. പിന്നെ Fൽ നോക്കുമ്പോ ഫ്രൂട്ട് സാലഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഐസ്ക്രീം ഇടാൻ സമയമില്ല. എനിക്ക് ഐസ്ക്രീം വേണ്ട, ഞാൻ ഫ്രൂട്ട് സാലഡ് വിത്തൗട്ട് ഐസ്ക്രീം ഞാൻ ഞാൻ ആദ്യം തന്നെ അടുക്കളയിലേക്ക് പോവാണ്. എനിക്ക് ബനാന വേണം, തേങ്ങ വേണം, പിന്നെ കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ അത് റെഡി. പിന്നെ ഡൽഗോണ കോഫിക്ക് ആ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. ബാക്കി എനിക്ക് എഗ് കറിയാണ് ഉണ്ടാക്കാനുള്ള എപ്പൊക്കെ വാങ്ങി തരണം. എനിക്ക് പിന്നെ കോണ് വേണം, പിന്നെ ഫ്രൂട്ട് സാലഡ് നമുക്ക് ഓർഡർ ചെയ്യാം, പിന്നെ കോഫി നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള ലോഷൻ സോപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മൾ ഈ സോപ്പ് ഡെയിലി യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. ഈ സോപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതോടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അതിന് പുറമെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡി ലോഷൻ ഒക്കെ തേക്കലാണ് അല്ലേ. ഈ വർക്കിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കുളിച്ച് വന്ന് പിന്നെ അതിന് പുറമെ ബോഡി ലോഷൻ ഒക്കെ തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാമ എർത്തിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ്. ഇത് ഉപ്തൻ സോപ്പാണ്, ഇത് വൈറ്റമിൻ C സോപ്പാണ്. ഇതൊരു 2-in-1 സൊല്യൂഷൻ ആണ്. ഇത് തന്നെയാണ് സോപ്പ്, ഇത് തന്നെയാണ് ലോഷന്, രണ്ടും ഒന്നിലാണ് ഗൈസ്. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള വിറ്റമിൻ സിന്റെ ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും നമ്മുടെ ബോഡി ലോഷൻ തേച്ച പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ ലെമണോ ഹണിയും ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ ഇല്യൂമിനേറ്റ് ചെയ്ത് സ്കിന്ന് നല്ല ഗ്ലോ ആക്കും ചെയ്യും. അപ്പൊ ഗൈസ്, ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് സ്കിൻ ടെസ്റ്റ് ചെയ്തൊക്കെ. എന്റെ കയ്യിൽ ഇതൊരു മോയ്സ്ചർ മീറ്റർ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സ്കിന്ന് നോക്കാം. ഗൈസ്, ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇത് ഇവിടെ സാഡ് ആയിട്ടുള്ള സ്മൈലി ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് സോപ്പ് യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് നോക്കാം. ഗൈസ്, ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ബാക്കിയുള്ള സോപ്പിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ല മോയ്സ്ചറൈസിങ് ഉണ്ട്, യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആണ്, പിന്നെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസും ആണ്. അപ്പോൾ ഗൈസ്, ഞാനിതേ ഫേസ് ഒക്കെ കഴുകി കഴിഞ്ഞ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. കണ്ടോ, ആ ഡീപ്പായിട്ട് ക്ലൻസ് ചെയ്ത് സ്കിന്ന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ട്. അപ്പൊ ഗൈസ്, നമുക്കിത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് സേഫ് ആണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഇതിൽ നാച്ചുറൽ ഫ്രേഗ്രൻസും റിച്ച് ലേതറും ആണ് ഉള്ളത്. എനിക്ക് ഈ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പുള്ളോത്തി 2024 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 20% കൂടെ ഓഫ് കിട്ടുന്നതായിരിക്കും. ഇത് മാമാർത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിന്റെ പ്ലാന്റ് ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ അവർ നട്ട ഒരു ട്രീയുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ 2025 ആകുമ്പോഴത്തേക്കും 1 million ട്രീസ് നടാനാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഉദ്ദേശം. പിന്നെ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ഒക്കെ നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മാമാർത്തിന്റെ സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇത് വൈറ്റമിൻ
വൈറ്റമിൻ സി മാത്രമല്ല ഉത്തനും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിത് കോൺ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് എല്ലാം കൂടെ എടുത്തിട്ട് നമുക്കിത് സോർട്ട് ചെയ്തെടുക്കാം. ഞാനിത് എഗ് കറിക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചീനച്ചട്ടിയിലേക്ക് ഇടാം. ഞാനിവിടെ പഴം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീളത്തിലാട്ടോ ഞാൻ അരിയുന്നത്. അപ്പൊ നീളത്തിലുള്ള നമുക്ക് നല്ല നെയ്യിൽ വാട്ടിയെടുത്തിട്ട് പഞ്ചസാരയിലേക്ക് ഇടാം. 5 ഉണ്ടാക്കുന്ന ഡിഷില്ലേ, അത് അടിപൊളി ഡിഷാണ്. കാര്യം നമ്മള് ഷൂട്ട് ഇല്ലാത്ത ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2 പഴമാട്ടോ എടുത്തത്. നേന്ത്രപ്പഴമാണ്, പക്ഷെ അത്ര വലിപ്പമില്ലാത്ത പഴമാണ്. അപ്പൊ 2 പഴം ഇതേപോലെ നമുക്ക് മുറിച്ചിടാം. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവരതൊക്കെ കഴിഞ്ഞിട്ട് നെയ്യിൽ വാട്ടിയിട്ട് ചൂടോടെ കഴിക്കാം. ഞാനുണ്ട് ഡൽഗോണ കോഫിന്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കാൻ പോവാട്ടോ. കാര്യം ഇപ്പൊ തുടങ്ങിയാലേ ഉള്ളൂ. ഇവരത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പഴം ഉണ്ടാക്കി കഴിയുന്ന സമയത്തേക്ക് അതാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 സ്പൂണ് ഈ ഗ്ലാസ്സിലേക്ക് ഇടാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി പാലിട്ടോ, അതായത് നല്ല തിളച്ച പാല് കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നല്ല മിക്സ് ചെയ്യാം കേട്ടോ. ഇതിനി ഒരു ക്രീം കളറിലേക്ക് ആയി വരണോ, അതുവരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എക്കറി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞ്. ഞാനിതാ ബനാന ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പാന് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ശ്രീൻ്റെ കുറെ നേരമായി ഗൈസ് കുക്കറിൽ വെച്ചിട്ട്, പക്ഷെ ഇതുവരെ ആയിട്ടില്ല. അത് ഇടയ്ക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി, പക്ഷെ കോൺ ആയിട്ടില്ലായിരുന്നു. അപ്പൊ കോൺ നന്നായിട്ട് വെന്ത് വന്നിട്ട് വേണം, പിന്നെ ഇവരെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വേണം എനിക്ക് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി. ലഞ്ചിലേക്ക് തോന്നുന്നത്. നമുക്ക് ഓരോരോ പഴമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഡാൽഗോണ കോഫി സെറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ ആ കോഫി പൗഡറും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാ കേട്ടോ. ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതാക്കുന്നില്ലേ ഞാൻ എനിക്ക് മാത്രല്ലേ ഡീ വെച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ക്രീമി സംഭവം ഇതിലിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാട്ടോ. നമുക്ക് കഴിക്കാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ എന്റെ കോഫി ഇത് ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ കോൺ ഞാനിത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ നമ്മള് ബട്ടർ ഇട്ടു, കുരുമുളക് ഇട്ടു, അങ്ങനെ മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതാ ഗൈസ് ആ നെയ്യിൽ വാട്ടി വെച്ച പഴത്തിലേക്ക് കുറച്ച് തേങ്ങ ഇടാൻ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എയിൽ അപ്പു, ഈ എക്കറിയും, എനിക്ക് ബിയിൽ ബനാന ടോസ്റ്റും, ഡിയിൽ ഡാൽഗോണ കോഫിയാണ്. എനിക്ക് എഫില് ഫ്രൂട്ട് സാലഡും ഉണ്ട്, സിയില് കോണും കോഫിയും ഉണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. പഴമാട്ടിയ പോലെ തന്നെ ഉണ്ട്. നമ്മള് പുറത്തുള്ള സ്റ്റീംഡ് കോണൊക്കെ കഴിക്കില്ലേ, അതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് ഡീപ് ഫോർ ഡാൽഗോണ കോഫി മിക്സ് ചെയ്തിട്ട് കുടിച്ചു നോക്കാം കേട്ടോ. എങ്ങുണ്ട്? കുറച്ച് കയ്പ് കൂടി, കുറച്ചധികം ക്രീം കൂടി പോയി. എന്റെ കയ്യിലുള്ള ഫ്രൂട്ട് സാലഡ് ആപ്പിൾ ഉണ്ട്, ഷമാം ഉണ്ട്, പിന്നെ ഉറുമാമ്പഴം ഉണ്ട്, കിവി ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, പപ്പായ ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് ആണ് കേട്ടോ. 1 സ്പൂൺ കോൺ കഴിക്കുക. അതിനുശേഷം ഒരു ഫ്രൂട്ട് എടുത്തിട്ട് കഴിക്കും. എനിക്ക് ഒരു അപ്പം എടുക്കുക, എന്നിട്ട് ഈ കറിയിൽ മുക്കുക, എന്നിട്ട് കഴിക്കാം. ഷാമിന്റെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. എന്റെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഭയങ്കര വെറൈറ്റി ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വൈകുന്നേരം നമ്മൾ കഴിക്കുന്ന സാധനമാണ്, ഇത് രാവിലെ ആയിരുന്നു മാത്രം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാം. ലഞ്ച് ടൈം ആയിരിക്കാണ്. അപ്പൊ നമുക്ക് ലോട്ട് സെലക്ട് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ജി മുതൽ എൽ വരെയുള്ള സ്പെല്ലിംഗ് ആട്ടോ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് 2 സ്പെല്ലിംഗ് എടുത്തിട്ടുള്ള, ഒന്ന് കെ ആട്ടോ കിട്ടിയത്, എനിക്കൊന്ന് എച്ച് കിട്ടി, എനിക്കൊന്ന് ജി കിട്ടി. ജി വെച്ചിട്ട് ഗ്രിൽ ചിക്കൻ, എനിക്ക് ഞാനൊന്ന് പറയട്ടെ, എനിക്ക് കെയും എല്ലും ആണ് കിട്ടിയത്. കെയില് കിറ്റ്കാറ്റ്, കൊറിയൻ, എനിക്ക് ജിയും അയ്യോ ആണ്. ഇതില് ഗീ റൈസ് വാങ്ങാം. അയ്യോ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് അറിയുണ്ടോന്ന് അല്ലെങ്കിൽ എനിക്ക് ജെയിൻ പറയുമ്പോ എനിക്ക് ജെയിന് ജാമൊക്കെ ഓർമ്മ വരുന്നു. ജെയും കെയിൽ എനിക്ക് തോന്നുന്നു കൊറിയൻ നൂഡിൽസും ലൈമും വാങ്ങിക്കാം. നല്ല അടിപൊളി കോമ്പോ. രാവിലെ എനിക്കിത് ഗീ റൈസ് എനിക്ക് ഓക്കെയാണ്. അയ്യ വെച്ചിട്ട് ഐസ്ക്രീം അതൊക്കെ തന്നെ ഐസ്ക്രീമോ അല്ല പറ്റൂല. ഞാൻ അതൊക്കെ ഐസ്ഡി ഇഷ്ടല്ലേ? എനിക്ക് ഗീ റൈസിന്റെ കൂടെ ഞാൻ പറ്റൂല. എനിക്കൊന്നും ഇതുവരെ കിട്ടിയില്ലേ. എനിക്ക് എച്ചും ജെയും ഉള്ളത്. ജയിലിപ്പോ ജാമ ജിലേബി
ജിലേബി ഒന്നും പറ്റൂല ഉച്ചക്ക്. ഇച്ചിരി ഹൽവ. നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ശ്രീ ഉച്ചക്ക് ഒരു പ്ലേറ്റില് ഹൽവി, ഒരു പ്ലേറ്റിൽ എന്താ ജിലേബി അല്ലേ? അതൊന്നും പ്രോപ്പർ ലഞ്ച് ഒന്നല്ല guys. എനിക്ക് കറക്റ്റ് ലഞ്ച് കിട്ടണം. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി. ശ്രീക്ക് ജീരക അല്ല ജീര റൈസ്, എന്നുവെച്ചാൽ ജീര റൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈസ് തന്നെ ഉണ്ട്. ആ റൈസ് മേടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. ജീരകത്തിന്റെ കഞ്ഞിയല്ല കേട്ടോ, അത് വേറെ തന്നെയാണ്. അതിന് എടുത്തത് എന്താന്ന് വെച്ചാല് ഇംഗ്ലീഷിൽ ആ വെച്ചിട്ടുള്ള വാക്കുകളിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ജീരക കഞ്ഞി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീര റൈസ് എടുത്തിട്ട് കഞ്ഞി എടുക്കാം. അല്ല, ജീരക കഞ്ഞി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് പേര് ക്യുമിൻ പൊറിഡ്ജ്. അത് നമുക്ക് പറ്റാത്തതുകൊണ്ട് അപ്പൊ ഞാൻ ജീര റൈസ് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കും. ഇത് പിന്നെ ഹൽവി വാങ്ങിക്കോള്. അതായത് കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മധുരം കഴിക്കാൻ ഹൽവി ആകും. അത്ര ഉള്ളൂ. എനിക്ക് ചെറിയ മധുരം കഴിക്കുന്ന ഇഷ്ടം. എനിക്ക് അയ്യും ടീ ആയിരുന്നു. അപ്പൊ ഞാൻ ഗീ റൈസ് എന്ന് മാറിയിട്ട് ഗ്രിൽഡ് ചിക്കൻ ആക്കി. അയ്യില് ഞാൻ ഐസ്ഡ് ടീ ആട്ടോ എടുക്കുന്നത്. അതാണ് ഒരു കോമ്പോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കൊറിയൻ അല്ല ചിക്കൻ അല്ല കൊറിയൻ നൂഡിൽസും കൊറിയൻ നൂഡിൽസും എല്ലില് ഞാൻ ലൈമും ആട്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം. നമ്മൾ കഞ്ഞിയാക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത റൈസ് ഇതാണ് ജീര റൈസ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഗീ റൈസ് ഇല്ലേ അതിന്റെ സെയിം ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് കഞ്ഞിയാക്കാൻ പറ്റൂല. നമുക്ക് ഇങ്ങനത്തെ പ്ലെയിൻ ചോറ് ഞാനിപ്പോ കഴിക്കും. എന്റെ കൂട്ടത്തില് കഴിക്കാൻ ഒരു സാധനമില്ല, ഇതോ ഹൽവി മാത്രമേ ഉള്ളൂ. നല്ല ബ്ലാക്ക് ഹൽവ കോംബോ നന്നായിരിക്കും. എന്റെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നല്ല എരിവുണ്ട് എന്നാ തോന്നുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ലൈമും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചു നോക്കാം. ഇതിന്റെ ഐസ് ടീ ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യില് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല രസം. ഞാൻ ഈ നൂഡിൽസ് ഇതുവരെ ടേസ്റ്റ് ചെയ്ത് ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഓളത്ത് നല്ല എരിവാണ്. ടേസ്റ്റ് ഉണ്ടോ? കുടിക്കാൻ പറ്റൂല. ലെമണോ? എവിടെ ലെമണോ? എന്താ സംഭവം അറിയോ? പുതിയ പാക്കറ്റ് കണ്ടപ്പോ വൈകിയതാ കിംച്ചിന്നൊക്കെ കണ്ടപ്പോ നല്ല എരിവുണ്ട് ഗൈസ്, നല്ല എരിവുണ്ട്. ഞാൻ ഫ്രിഡ്ജിലെ ലൈം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു ചെമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ നല്ല എരിവുള്ള കേക്ക് കൊറിയൻ നൂഡിൽസ് ആണ്. പിന്നെ അതിന്റെ കൂടെ എല്ല് ലൈമും എടുത്തിട്ടുണ്ട്. ഞാൻ G ഫോർ ഗ്രിൽഡ് ചിക്കനും I ഫോർ ഐസ്ഡ് ടീയും ആണ്. നല്ല കോമ്പിനേഷൻ ആട്ടോ അത് കാണാൻ. ഇത് രണ്ടും ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഞാന് J ഫോർ ജീര റൈസ്, പിന്നെ അതിന്റെ കൂടെ തന്നെ H ഫോർ ഹൽവ. ഇത് കഴിക്കാൻ അത് ബന്ധമില്ലെങ്കിലും ഒരു ബന്ധവും ഇല്ല. പോരാത്തതിന് ഇത് പ്ലെയിൻ റൈസ് ആണ്. എന്നാലും കുഴപ്പമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിക്കും. ശ്രീ പെട്ടുപോയതാണ്. പിന്നെ ഇത് കഴിച്ചിട്ട് എനിക്ക് ആ ഹൽവൊരു പ്രശ്നം എന്തായാലും വേണ്ടി വരും ശരിക്കും. ഓൾ ആ എരിവ് കണ്ടിട്ട് കഴിക്കട്ടെ. ഇഷ്ടമില്ല. ഇത് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല എരുണ്ട്. നല്ല എരുണ്ട്. അതിന് പറ്റിയതായിട്ട് എല്ലിലൊക്കെ ലൈം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാനിതാ ചിക്കൻ കഴിക്കാൻ പോകട്ടോ, ഗ്രിൽഡ് ചിക്കൻ. അങ്ങനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നല്ല കോമ്പിനേഷൻ അല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് സ്ട്രോക്ക് ഇട്ടിട്ട് കുടിക്കുള്ളൂ. സ്ട്രോക്ക് ഇട്ടപ്പോൾ ഞാൻ സ്ട്രോക്ക് തന്നെ കുടിക്കുന്നു. എനിക്ക് വേറെ 2-3 സ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹൽവ കഴിക്കുക. അതെങ്കിലും മര്യാദ കഴിക്കാനുണ്ടല്ലോ. ഇതൊരു ടേസ്റ്റും ഇല്ല ഗൈസ്, എനിക്ക് ഇഷ്ടമില്ല. ഇത് നല്ല അടിപൊളി കോംബോ ഗൈസ്. ഉച്ചക്ക് ചോറായിട്ടൊന്നും ഇല്ലാന്നുള്ള പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഗൈസ് നമുക്ക് ലഞ്ച് ഫിനിഷ് ചെയ്യാം. ഗൈസ് ജീര റൈസ് കഴിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് മധുരം കഴിക്കാം. അപ്പോ H ഫോർ ഹൽവ. ഗൈസ് ഈവനിങ് ആയി. ഇനി ഞങ്ങൾ ഈവനിങ്ങിന്റെ ലോട്ട് ഇടാൻ പോവാണ്. ഇതുവരെ നമ്മൾ എല്ല് വരെ നമ്മൾ എടുത്ത് ഇനി M മുതൽ R വരെയുള്ള സ്പെല്ലിംഗ് ആണ് എടുക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ലോട്ട് എടുക്കാം. ഞാൻ 2 ലോട്ട് എടുത്ത്. എനിക്ക് കാര്യമായിട്ട് എന്താ കിട്ടിയില്ല ശരിയല്ല. ഇപ്പൊ തന്നെ വിശന്നിട്ട് കൂടുതൽ കഴിയുണ്ട്. ആ ജീര റൈസ് നോക്ക് ഭയങ്കര ഒരു പണിയാണ് കൊടുത്തത്. എനിക്ക് M കിട്ടിയിട്ടുണ്ട്. എനിക്ക് 6 കിട്ടി. എനിക്ക് Q കിട്ടി. എനിക്ക് എനിക്കറിയില്ല. Pയില് പെപ്സി ഉണ്ട്, O വെച്ചിട്ട് ഓട്സ് ഉണ്ട്, ഓറിയോ ഉണ്ട്. 6 വെച്ചിട്ട് എന്താ 6 വെച്ചിട്ട് ഗൈസ് എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഞാൻ പറഞ്ഞ കാര്യമായിട്ട് തന്നെയാണ്. കാരണം എനിക്ക് നല്ല വിശക്കുണ്ട്. അപ്പൊ M വെച്ചിട്ട് മാംഗോ ഷേക്ക്, അതിന്റെ വയറ് നിറയാൻ വേണ്ടിട്ടുള്ളത്. പിന്നെ N നട്ട്സ് ഉണ്ട്. അപ്പൊ ഈ മാംഗോ ഷേക്ക് ആക്കിയിട്ട് അതിന്റെ മുകളിൽ N വെച്ചിട്ടുള്ള നട്ട്സും കൂടി ഇട്ടാല് സെറ്റായി. ഞാൻ O വെച്ചിട്ട് ഓറിയോയും 6 വെച്ചിട്ട് റംബൂട്ടാൻ വാങ്ങുന്നത്. ഞാൻ
ഞാൻ പി വെച്ചിട്ട് പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിൾ വാങ്ങിക്കും. ക്യൂ വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞു അതെ ഓള് പറഞ്ഞതാണ് മറ്റേ ക്യുലക കേട്ടോ, അതായത് കാടമുട്ട അതിന് ഇംഗ്ലീഷിൽ പറയാം. അതാണ് അത് ഞാൻ നല്ല മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ബീച്ചിലുള്ള അങ്ങനെ ഈവനിങ് സ്നാക്ക് റെഡി ആയി. ഇന്റേത് O for Oreo, R for Red Velvet Muffins ആട്ടോ ഞാൻ എടുത്തത്. എനിക്ക് റംബൂട്ടാൻ കിട്ടിയില്ല. എനിക്ക് M for മാംഗോ ഷേക്ക് ആണ്. അതിൽ തന്നെ എനിക്ക് N കിട്ടിയിരുന്നു. അത് ഞാൻ ഇതിൽ തന്നെ പൊളിച്ച് N for നട്ട്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് P for പച്ച പപ്പായാണ് ഗൈസ്. കിട്ടി വന്ന സമയത്ത് പഴുക്കാത്ത പപ്പായാണ് കിട്ടിയത്. Q for എനിക്ക് ക്യുലക്സ് ആയിരുന്നു. അത് ഞാനിതാ ബീച്ചിലുള്ള പോലെ ആക്കിയിട്ട് ആദ്യം അതന്നെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി കോപ്പാണ്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. ഞാൻ ഇനി ഇതൊന്ന് കഴിക്കട്ടെ. എനിക്ക് വയറ് ഫില്ലാവുന്നുണ്ട്. നല്ല അടിപൊളി മാംഗോ ഷേക്ക് ആണ് ഗൈസ്. ഇത് ശരിക്കും നമ്മള് ആ ഒരു ടൂത്ത് പിക്ക് ഒക്കെ വെച്ചിട്ടാണ് മൊത്തത്തിന് അടിപൊളി സെറ്റ് ആക്കി എടുത്താട്ടോ. ഇത് നല്ല എരിവുണ്ട്. ഇത് നമ്മള് ഈവനിങ് സ്നാക്കിൽ ഒരു ചായയും കൂടി വേണം ശരിക്കും. അടിപൊളി. ആഗ്രഹമുണ്ട്. ഇനി O for Oreo കഴിക്കട്ടെ. ഞാൻ P for പപ്പായ. അതുണ്ടോ? അതെടുത്തിട്ട് എരിയുന്ന സമയത്ത് ഒരു കഷ്ണം പച്ച പപ്പായ കഴിക്കുക. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യും. ഓറിയോ ചോക്ലേറ്റാ. ഡിന്നറിന്റെ ടൈമാണ്. അപ്പൊ ഇതുവരെ നമ്മൾ എടുത്തത് 6 വരെ എടുത്ത് ബാക്കി ഇനി S മുതൽ S T U V W X Y Z വരെയാണ് എടുക്കാനുള്ളത്. അതായത് 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ 6 എണ്ണം ഓരോരുത്തർ 2 എണ്ണം വീതം എടുക്കും. ബാക്കി വരുന്ന 2 എണ്ണം നമ്മൾ കോമൺ ആയിട്ടൊരു ഫുഡ് തീരുമാനിക്കാൻ കേട്ടോ ചെയ്യാം. അതെല്ലാരും കൂടെ ആ കോമൺ ഫുഡ് തീരുമാനിച്ചിട്ട് നമ്മൾ എടുക്കും. എല്ലാവരും കൂടെ കഴിക്കും. അപ്പൊ നമുക്ക് ലോട്ട് ഇടാം. ഇത് വെറൈറ്റി ലോട്ട് ഇടാം. ഇതെണ്ണോ ഞാൻ 2 എണ്ണം എടുത്ത്. എനിക്കത് ടീ വെച്ചിട്ട് ടീ തന്നെ കുടിക്കും. എനിക്കൊന്ന് Z ആണ് കിട്ടിയത്. അടുത്തത് X ആട്ടോ കിട്ടിയത്. എനിക്ക് ടീയും എക്സും ആണ് കിട്ടിയത്. എസ് വെച്ചിട്ട് കുറെ X വെച്ചിട്ട് എന്താണ്? എനിക്ക് ഡബ്ല്യു ബി ആണ് കിട്ടിയത്. W B അത് വെച്ച് അത് വാട്ടർമെലൻ. അതല്ല എനിക്ക് X വെച്ചിട്ട് സാധനം പറഞ്ഞോട്ടോ. എസ് വെച്ചിട്ട് എനിക്ക് സ്റ്റൂ ഉണ്ട് കേട്ടോ. പക്ഷെ സ്റ്റൂവിന്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള ടീ വെച്ചിട്ട് എന്താന്നുള്ളത് പക്ഷെ വേറെ സ്റ്റ്യൂ കിട്ടൂല. ചിക്കൻ സ്റ്റ്യൂ, വെജ് സ്റ്റ്യൂ അങ്ങനെയൊക്കെ വരും. അയ്യോ അത് പറ്റില്ലല്ലേ. അത് പറ്റില്ല. അപ്പൊ ഈ വെജ് സ്റ്റൂ കൊടുത്തന്നെ വെച്ചിട്ട് ഞാൻ ഈ ഡബ്ല്യു മാറ്റിയാൽ മതി. ഇത് വെച്ചിട്ട് സിംഗർ ബർഗർ കിട്ടി. പക്ഷെ സിംഗർ ബർഗർ ഒക്കെ സിംഗർ ബർഗർ ഓക്കെയാണ്. പക്ഷെ എക്സ് വെച്ചിട്ടൊന്നും കിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള എന്താ ഒരു കോമൺ ആയിട്ടുള്ളത് ഉപ്മാവ്. ഇത് വൈ. അപ്പൊ കോമൺ ആയിട്ട് യുവും വൈയും ആണ്. ഇത് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഫുഡ് തീരുമാനിച്ചത് ഇപ്പൊ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് കോമൺ ആയിട്ടുള്ള ഫുഡില് വൈയും യു അല്ല വന്നത്. അതിൽ വൈയില് നമ്മള് യോഗർട്ട് സ്മൂത്തി എന്ന് തീരുമാനിച്ച് യുവിന് പിന്നെ ഞങ്ങള് ഉപ്പുമാവും ആക്കാന്ന് വിചാരിച്ചു. ഇനി ഇന്ത്യയില് സെഡില് ഞാൻ സിംഗർ ബർഗറും പിന്നെ എക്സില് ഞാനിപ്പോ നോക്കിയിട്ട് കിട്ടിയത് ഷീഗ്വ ഫ്രൂട്ട് ആണ്. അതായത് മഞ്ഞ കളർ വാട്ടർമെലൻ ഇല്ലേ, അതിന്റെ ചൈനീസ് പേരാണ് ഈ ഷീഗ്വ എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഇവിടെ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഷീഗ്വ ഫ്രൂട്ട് ഈ വാട്ടർമെലൺ ആണ്. ഇതിവിടെ നെസ്റ്റോൾ കണ്ടിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താണ് സേവിയർ സൂപ്പില് സേവിയർ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പ് ഉണ്ട്. അതൊരു ഇറ്റാലിയൻ സൂപ്പാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ഒക്കെ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഉണ്ടാക്കാം. ഇനി ഞാനെന്താ തീരുമാനിച്ചു വെച്ചാല് ഡബ്ല്യു വെച്ചിട്ട് ഞാൻ ബീറ്റ് പൊറോട്ട ആക്കാന്ന് വിചാരിച്ചു. അതിന്റെ കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ട് വി വെച്ചിട്ട് വെജ് സ്റ്റൂവും. എനിക്കുള്ളത് പിന്നെ ടീയും എസും ആണ്. അതിൽ ഞാൻ ടീക്ക് ടീ തന്നെയും എസിന് ഷവർമയാട്ടോ എടുക്കുന്നത്. ഗൈസ് അപ്പൊ നമ്മളിവിടെ ഡിന്നറിന്റെ പ്രിപ്പറേഷനിലാണ്. ഇവിടെ 5 ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗൈസ് എനിക്ക് ആ യെല്ലോ കളർ ആ വാട്ടർമെലൻ കിട്ടി. ഞാൻ മുറിച്ച് നോക്കട്ടെ. യെല്ലോ കളർ വാട്ടർമെലൻ എന്ന് പറയല്ലേ? എന്റെ പേര് ചൈനീസ് പേരാണത്. നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. യെല്ലോ കളർ. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവോ? ഇതിന് ഭയങ്കര എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഷുഗറിനൊക്കെ നല്ലതാണ്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ഒരു വാട്ടർമെലനെ പറ്റിയിട്ട്. അങ്ങനത്തെ വാട്ടർമെലൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിക്കോളും. ഗൈസ് ഇതിന്റെ പേര് ഷീഗോ ഫ്രൂട്ട്. അപ്പോൾ നമുക്കിത് കട്ട് ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. സാധാ വാട്ടർമെലന്റെ ടേസ്റ്റ് തന്നെ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഡിന്നറിന്റെ ടൈം
ടൈമായി ഡിന്നറിന് ഒരുപാട് സാധനം ടേബിളിലെ പകുതി നിറയെ സാധനം. അതെ, ഇതുവരെ നമുക്ക് 6 സ്പെല്ലിംഗ് ആയിരുന്നു. ലാസ്റ്റ് ആയപ്പോ 8 ആയി. അതുകൊണ്ട് തന്നെ 2 കോമൺ ഫുഡ് വന്ന് അതിൽ കോമൺ ആയിട്ടുള്ളത് യോല് ഉപ്മാവും പിന്നെ യോഗട്ട് സ്മൂത്തി ആയിരുന്നു. അത് നമ്മുടെ മുന്നിലുണ്ട്. അതല്ലാതെ നമുക്കായിട്ട് കിട്ടിയത് വേറെ ഉണ്ട്. എനിക്ക് സെറ്റില് ഞാൻ സിംഗർ ബർഗർ വാങ്ങിച്ച് പിന്നെ എക്സില് ഷീഗ വാട്ടർമെലൺ ആണ് guys. എനിക്കുള്ളത് എസില് ഷവർമയാണ്. പിന്നെ ടീയിലുണ്ട് കേട്ടോ. എനിക്ക് ബിയില് വെജ് സ്റ്റ്യൂ ഉണ്ട്, പോരാത്തതിന് ഡബ്ല്യൂയില് ബീഫ് പൊറോട്ട ഉണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഞാൻ സിംഗർ ബർഗറിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഉമ്മാവ് കഴിച്ചു നോക്കട്ടെ ഞാൻ ഉണ്ടാക്കിയത്. ഷവർമ അടിപൊളി. ഞാന് വെജ് സ്റ്റ്യൂ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു ബീഫ് പൊറോട്ട ഒരു പീസ് എടുക്കുക. അടിപൊളി ടേസ്റ്റോ. ഞാൻ ഉണ്ടാക്കിയ ഉപ്മാവ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ് അത് ഇടയ്ക്കിടെ ഇങ്ങനെ എടുത്ത് പറയാ. ചൂട് ഉപ്പുമാവിന്റെ കൂടെ ചായ കറക്റ്റ് പോകുമ്പോലെ ചായ ഉണ്ട്, മറ്റേ യോഗട്ട് സ്മൂത്തി ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് കുടിച്ചാ പോലെ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇനി ഞാൻ ഈ യോഗട്ട് സ്മൂത്തി ഒന്ന് കുടിച്ചോക്കട്ടെ. ഞാനും ടേസ്റ്റ് ചെയ്യും. ഞാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, ഒരു മാംഗോന്റെ എനിക്ക് ഫ്ലേവർ. മീഡിയം ലെവലിൽ ഇഷ്ടമായിട്ടുള്ളൂ കേട്ടോ. ഇനി എക്സിൽ നമുക്ക് ഷീഗോ ഫ്രൂട്ട് കഴിക്കാം. ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡിന്നർ ഫിനിഷ് ചെയ്യാം. അങ്ങനെ guys, ഇന്നത്തെ ചാലഞ്ചിൽ ഞങ്ങൾ A മുതൽ Z വരെയുള്ള എല്ലാ ഫുഡും കഴിച്ചു. ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് A മുതൽ Z വരെയുള്ള ഫുഡുകളൊക്കെ ഉണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞത്. ഞങ്ങള് വയറ് നിറഞ്ഞു കഴിച്ചു. ഇനി നാളെ എന്ത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ട. അപ്പൊ guys, ഇന്നത്തെ ഈ ഒരു ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. പിന്നെ മാമാർത്തിന്റെ പ്രോഡക്ട്സിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുപോലെ this is ശ്രീലക്ഷ്മി, This is Shamya. this is സഞ്ജിത. Signing off.